നമുക്കിന്നൊരു നല്ല നാടൻ കൂന്തൽ തോരൻ വെക്കാവേ. നമ്മൾ അതിനായിട്ട് എടുക്കുന്ന ഒരു 1/2 കിലോ കൂന്തലാണ്. അത് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞെടുക്കണേ. എന്നിട്ട് നമ്മളൊരു പാൻ അടുപ്പേ വെക്കണം. അതിലേക്ക് ഒരു 2.5 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ടൊരു ആവശ്യത്തിന് 3-4 കടുകിടുക. 2 വറ്റൽമുളക് കീറി അതിലേക്ക് ഇടുക. കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞും വേണേൽ ഇടാം, വേണമെങ്കിൽ അതിൻ്റെ രണ്ടിനെയും പേസ്റ്റും, അത് നമ്മുടെ ഇഷ്ടം. എന്നിട്ട് 2-3-4 ചെറിയ ഉള്ളിയും ഒരു സവോളയും കൂടെ എടുക്കണം. അത് ഒരുവിധം ഒന്ന് ഇളക്കി ഒരുവിധമായി കഴിയുമ്പോൾ 2 പച്ചമുളക് അരിഞ്ഞ് അതിലേക്ക് ഇടുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കി ഒരു ബ്രൗൺ കളറാകുന്നവരെ ഇളക്കണം. അതിൻ്റെ പച്ചച്ചുവയെല്ലാം പോകത്തക്ക വിധത്തിൽ നമ്മളതെല്ലാം ഒന്ന് ഇളക്കിയെടുക്കണം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക. മുളക് പൊടി 1 ടീസ്പൂണ്, മല്ലിപ്പൊടി. പിന്നെ നമ്മൾ ഇതിന് ഏറ്റവും ടേസ്റ്റ് ഇതിന് കിട്ടുന്നത് കുരുമുളക് പൊടി ഇടുന്നതാണ്. അത് ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചിട്ടിട്ടുണ്ട്. അത് ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. കുരുമുളക് കൂടുന്നത് അത്ര നല്ലതാണ് ഇതിന്. പിന്നെ മസാല 1 സ്പൂണ്. ഇത്രയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റണം. നല്ലതായിട്ട് വഴറ്റി അതിൻ്റെ എല്ലാം എണ്ണയെല്ലാം അതിലൊന്ന് പിടിച്ച് വരുമ്പോഴത്തേന് നമ്മൾ ഈ കൂന്തൽ വെട്ടി നുറുക്കി വെച്ചിരിക്കുന്നത് അതിലേക്കിട്ടൊന്ന് ഇളക്കുക. ഈ കൂന്തൽ മീൻ ഒരു കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ അതിന് വെളുത്തിരിക്കും. അതുകൊണ്ട് വേണമെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിടുന്ന കൂടെ നമുക്കിട്ട് ഇളക്കി ചേർക്കാം. അത്രയും ചെയ്തതിന് ശേഷം നമ്മൾ 1/2 കപ്പ് വെള്ളം, ഞാനിവിടെ 1/2 കിലോയെ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചൊന്ന് മൂടി വയ്ക്കുക. ഇത് ഒരു 20-25 മിനിറ്റ് ശരിക്കും ഇത് അടച്ച് വെച്ചു മൂടി വേകണം. എന്നിട്ട് പിന്നെ ബാക്കി നമുക്ക് ചേർക്കാനുള്ളത് അതൊന്ന് ഇളക്കിയെടുത്ത് വെന്തോന്നൊന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്നുകൂടി ഇളക്കി വെച്ചതിന് ശേഷം
അതിലേക്ക് നമ്മളൊരു 3/4 കപ്പ് തേങ്ങ നല്ലതായിട്ട് ചിരണ്ടി അതിലേക്കിട്ട് ആ വെള്ളം പറ്റുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതെന്നിട്ട് വെള്ളം തോരുന്നത് വരെ നമ്മളത് ഇളക്കി ചിക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ഒരു നുള്ളു ജീരകപ്പൊടി, അതായത് ഒരു 1/4 ടീസ്പൂണിനെടുത്ത് പൊടിച്ചിട്ട് ആ ജീരകപ്പൊടി ഇട്ട് 1.5 സ്പൂണ് പച്ചവെളിച്ചെണ്ണയും കൂടെ ഇട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കണം. ഇളക്കിയതിന് ശേഷം പിന്നെ നമ്മൾ കരിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ അത് ഒന്ന് മൂടി വെക്കുക. കറി റെഡി. ഇത് വളരെ ടേസ്റ്റുള്ളതാണ് ഈ കറി. ഒന്നാമത് ഈ കൂന്തലും മീനൊക്കെ കുഴപ്പമെന്ന് വെച്ചാൽ ഒന്നും നഷ്ടമില്ല. വെട്ടി ഉണ്ടാക്കിയാലും അതിനകത്ത് ഒത്തിരി പോക്കൊന്നുമില്ല. അത് കൂണ് നമ്മൾ കറി വെക്കുന്ന തോരൻ വെക്കുന്ന അതേപോലത്തെ ടേസ്റ്റാണ്, വളരെ നല്ല ടേസ്റ്റാണ്. നിങ്ങളിന്ന് കറി വെച്ച് നോക്കണം. ഇത് ചപ്പാത്തിക്ക് കൂട്ടാനോ അപ്പത്തിന് കൂട്ടാനോ നമുക്ക് ചോറിനും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം. എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ടേസ്റ്റുള്ള ഒരു മീനാണിതെന്ന്. അപ്പോൾ നിങ്ങളിതൊന്ന് മേടിച്ച് വെച്ച് നോക്കണേ. ഞാൻ വളരെ എളുപ്പമുള്ള കുറേ കറികളൊക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് നോക്കണേ. എല്ലാവരും ഈ കറി വെച്ച് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു ലൈക്ക് അടിച്ചേക്കണേ.